സന്ത മരിയ മജോറി ബസിലിക്കയിലെ പോപ്പ് ഫ്രാൻസിസിൻ്റെ വളരെ ലളിതമായ കല്ലറയാണിത്. 100 വർഷങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഒരു പാപ്പ തൻ്റെ ഭൗതിക ശരീരം വത്തിക്കാന് വെളിയിൽ സംസ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ മാതാവിൻ്റെ പള്ളിയിൽ തന്നെ ആയിരിക്കണം താൻ അന്ത്യവിശ്രമം കൊള്ളേണ്ടതെന്ന് അദ്ദേഹം എഴുതിയിരുന്നു. മാതാവിനോട് അപാര ഭക്തി ഉണ്ടായിരുന്ന പാപ്പ തന്നെ ഒരു കുഞ്ഞിനെ പോലെ അമ്മയുടെ മടിത്തട്ടിൽ കാഴ്ചവെക്കുകയും അമ്മയുടെ മടിത്തട്ടിൽ ഉറങ്ങുന്നത് പോലെ സ്വർഗലോകത്തെ സ്വപ്നം കണ്ട് കണ്ണടക്കുകയും ചെയ്തു. ഏറെ ലളിതമായ ഈ കല്ലറയിൽ സുന്ദരമായ വർണ്ണ വൈവിധ്യങ്ങളുടെ ഒരു ലോകമുണ്ട്. വളരെ ലളിതമായ പ്രകാശത്തിൻ്റെ ആ ലോകത്തിൽ വന്ന് നിൽക്കുമ്പോൾ അങ്ങേയറ്റം ലളിത ജീവിതം നയിച്ച ഒരു മനുഷ്യൻ നമ്മുടെ മുന്നിൽ വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് വന്ന് നിൽക്കുന്നു. ക്രിസ്തുവിനെ ഹൃദയത്തിൽ ആവാഹിച്ച്, ക്രിസ്തുവിനെ പോലെ പുഞ്ചിരിച്ച്, ക്രിസ്തുവിനെ പോലെ ചരിച്ച്, ക്രിസ്തുവിനെ ലോകത്തിന് നൽകിയതിന് ശേഷം ക്രിസ്തുവിൻ്റെ ആശ്ലേഷത്തിലേക്ക് മടങ്ങിപ്പോയ ഈ പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ക്രിസ്തുവായി ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ മരിക്കാൻ ആദ്യം തയ്യാറാവണം എന്ന് തന്നെയാണ്. ആരും റിതമാറ്റിക്കായിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഇഫ് യു നോ ഹൗ ടു ഡൈ ബിഫോർ യു ഡൈ യു വിൽ നോട്ട് ഡൈ വെൻ യു ഡൈ. മരിക്കും മുമ്പ് മരിക്കുന്ന എങ്ങനെയെന്നറിഞ്ഞാൽ മരിക്കുന്ന നേരം നിങ്ങൾ മരിക്കുകയില്ല. പാപ്പ മരിക്കുന്നില്ല, കാരണം മരിക്കുന്നതിന് മുമ്പ് മരിക്കേണ്ടത് എങ്ങനെയെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു.